ഛത്രപതി ശിവജി മഹാരാജ ഇന്റർനാഷണൽ എയർപോർട്ട്, അതായത് മുംബൈ എയർപോർട്ട്. നമ്മളിപ്പോൾ ഉള്ളത് മുംബൈ എയർപോർട്ടിലാണ്. കുറച്ചൊരു തിരക്കൊഴിഞ്ഞ ഏരിയയിൽ നമ്മൾ വന്നിരിക്കുകയാണ്, കാരണം സൗണ്ടിൻ്റെ കുറവിന് വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു യാത്രയിലാണ്. നമ്മൾ യാത്ര പോകുന്നത് ചൈനയിലേക്കാണ്. ശരിക്കും ഒരു പരിചയവുമില്ലാത്ത ഒരു സ്ഥലത്തേക്ക്, അവിടെ പരിചയമുള്ള നമ്മളുടെ ഒരു സുഹൃത്തിൻ്റെ കൂടെയാണ് നമ്മൾ യാത്ര പോകുന്നത്. അദ്ദേഹം നമ്മുടെ കൂടെ ചൈനയിൽ നിന്നാണ് ജോയിൻ ചെയ്യുക. ശരിക്കും അദ്ദേഹത്തിൻ്റെ യാത്ര കൊച്ചിയിൽ നിന്നാണ്, നമ്മൾ ഫ്ലൈറ്റ് എടുത്തത് മുംബൈയിൽ നിന്നാണ്. അതിന് കുറച്ച് കാരണങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് പറയാം. പക്ഷേ ഇന്നത്തെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ, ഒന്ന്, നമ്മൾ ഫ്ലൈ ചെയ്യുന്നത് കഥായ് പസഫിക് എന്ന് പറയുന്ന ഹോങ്കോങ്ങിലെ ഏറ്റവും വലിയ വിമാന കമ്പനിയിലാണ് എന്നുള്ളതാണ് എൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ കഥായ് പസഫിക് എന്ന് പറയുന്ന വിമാനത്തെക്കുറിച്ചാണ് കൂടുതലുമായിട്ട് സംസാരിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഹോങ്കോങ് വഴി കണക്ട് ചെയ്താണ് പോകുന്നത്. അപ്പോൾ ഹോങ്കോങ് എയർപോർട്ടിനെ കുറിച്ച്, മുംബൈ എയർപോർട്ടിനെ കുറിച്ച്, പിന്നെ ചൈനീസ് എയർപോർട്ടിനെ കുറിച്ച്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇതിൻ്റെ കൂടെ പറയും. രണ്ടാമതൊരു കാര്യം, ഈ ഒരു വീഡിയോ കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെയും ഞാൻ ഷൂട്ട് ചെയ്യുന്നത് S23 അൾട്ര എന്ന് പറയുന്ന സാംസങ്ങിൻ്റെ ഏറ്റവും പുതിയ ഫോണിലാണ്. ഇത് നമ്മളിപ്പം ഇങ്ങോട്ട് വരുമ്പോൾ, അതായത് ചൈനയിലേക്ക് വരുന്നതിന് മുമ്പ് മൈജിയിൽ നിന്നാണ് വാങ്ങിയത്. അപ്പോൾ ഞാനൊരു ഗാഡ്ജറ്റ്സ് വാങ്ങണമെന്ന് ചിന്തിക്കുന്ന സമയത്ത് ആദ്യം ഓർമ്മ വരില്ല മൈജിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ മൈജിനായിട്ട് വർഷങ്ങളായിട്ടുള്ള ബന്ധം നമുക്കുണ്ട്. നമ്മൾ ഒരുപാട് ഗാഡ്ജറ്റ്സ് അവിടെ വാങ്ങിയിട്ടുണ്ട്. മൈജി ലൈക്ക് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ പോലെയാണ് അവർ നമ്മളോട് പെരുമാറുന്നത്. അപ്പം മൈജിയിൽ നമ്മൾ വാങ്ങിയതാണ്. ഈ ചൈന യാത്രയിൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന എല്ലാ വീഡിയോസും നമ്മൾ S23 അൾട്രയിലായിരിക്കും. അപ്പോൾ അതിൻ്റെ കേപ്പബിലിറ്റീസ്, അതിൻ്റെ പ്രത്യേകതകൾ, അത് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് തോന്നിയിട്ടുള്ള അഡ്വാൻറ്റേജ് ഒക്കെ നമ്മൾ ഇതിനിടയിലൂടെ സംസാരിക്കുകയും ചെയ്യും. അപ്പം S23 അൾട്ര എങ്ങനെയുണ്ട് എന്നുള്ളത് കൂടി നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ S23 അൾട്രയിലേക്ക് മാറിയിരിക്കുകയാണ്. ശരിക്കും മുംബൈ ഇൻ്റർനാഷണൽ എയർപോർട്ട് അത്യാവശ്യം നല്ല എയർപോർട്ടാണ്. നല്ല രസകരമായിട്ടുള്ള ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട്. ഗാർഡനൊക്കെ നോക്കിയാൽ നല്ല രസകരമായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു എയർപോർട്ടാണ് മുംബൈ ഇൻ്റർനാഷണൽ എയർപോർട്ട്. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട എയർപോർട്ടുകളിലൊന്നാണ് മുംബൈ. ഏതായാലും ഇനി നമ്മൾ ചൈനയിലേക്ക് പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കാർഹണ്ട് സീസൺ 3യുടെ ഭാഗമായിട്ടാണ്. അപ്പം ചൈന എന്ന് പറഞ്ഞാൽ ശരിക്കും ടെക്നോളജിക്കലി ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യമാണ്. അവിടുത്തെ ഒരുപാട് കാഴ്ചകൾ കാണാൻ ആഗ്രഹമുണ്ട്, അവിടെ ഏതൊക്കെ വണ്ടികളുണ്ട് എന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടെത്തുക, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യുക, അപ്പോൾ പറ്റുന്ന കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയുടെ നമ്മുടെ ഉദ്ദേശം. അപ്പോൾ നമുക്ക് ഫ്ലൈറ്റിലേക്ക് പോകുന്ന കാഴ്ചകൾ കാണാം. ഇപ്പോൾ ശരിക്കും 11 മണിക്കാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. 1 മണിക്കാണ് നമ്മുടെ ഫ്ലൈറ്റ്. അതിനിടയിൽ കുറച്ച് സമയം നമുക്ക് വെറുതെ ഇരിക്കേണ്ടതുണ്ട്. നമുക്ക് ഇനി കാണാനുള്ള കാഴ്ച കഥായ് പസഫിക്കിനെ കുറിച്ചാണ്. അങ്ങനെ ഏറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മളുടെ കഥായ് പസഫിക് അതിൻ്റെ പാർക്കിംഗ് ലോട്ടിലേക്ക് വന്നിട്ടുണ്ട്. വിമാനം വന്നു നിന്ന് കഴിഞ്ഞാൽ ആദ്യം നടക്കേണ്ട പ്രൊസീജിയേഴ്സ്, പിന്നെ ഗ്രൗണ്ട് എൻജിനീയേഴ്സ് അടുത്ത യാത്രയ്ക്ക് വേണ്ടി വിമാനത്തെ സജ്ജമാക്കുക, അതുപോലെ വന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അതുണ്ടെങ്കിൽ പെട്ടെന്ന് തീർക്കുക തുടങ്ങിയിട്ടുള്ള ഉത്തരവാദിത്വമാണ് അതവിടെ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ എയറോ ബ്രിഡ്ജും കണക്ട് ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇതിനകത്ത് യാത്രക്കാരുണ്ടായിരിക്കും, അവരെ മാറ്റണം, എന്നിട്ടാണ് പുതിയ യാത്രക്കാർ അതിനകത്തേക്ക് കയറ്റുന്നത്. അപ്പോൾ അതിനുവേണ്ടി എയറോ ബ്രിഡ്ജ് കണക്ട് ചെയ്യുന്നുണ്ട്. എയറോ ബ്രിഡ്ജിനെ കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം കേട്ടോ. ആ ഒരു സമയത്ത് നമ്മളുടെ കയ്യിലുള്ളത് S23 അൾട്ര ആണല്ലോ, അതുപയോഗിച്ച് നമുക്കൊന്ന് സൂം ചെയ്ത് നോക്കിയാലോ എന്നുള്ളൊരു പ്ലാനോട് കൂടിയിട്ട് 10x സൂമിലേക്ക് ഇട്ടിട്ട് ഞാൻ ഈ കോക്പിറ്റിനകത്ത് എങ്ങനെയായിരിക്കും എന്നുള്ളൊരു കാഴ്ച കണ്ടു. ഒരു ടൈ കെട്ടിയ ആളൊക്കെ ഉണ്ട്, പൈലറ്റ് തന്നെ ആവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, പക്ഷേ കൺഫേം ചെയ്യാൻ പറ്റില്ല. കുറച്ച് കഴിഞ്ഞ സമയത്ത് ബോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യാനുള്ള അനൗൺസ്മെൻറ്റ് വന്നു. എക്കണോമി ക്ലാസ്സും അതുപോലെ തന്നെ ബിസിനസ് ക്ലാസ്സും ഒക്കെ ആയിട്ട് ആളുകൾ എൻ്റർ ചെയ്യണം. എൻ്റെ സമയമായപ്പോൾ ഞാനും പതുക്കെ അതിനകത്തേക്ക് എൻ്റർ ചെയ്തു എന്നുള്ളതാണ്. വിമാനത്തിനകത്തേക്ക് നമ്മൾ പോകുന്നത് ഒരു എയറോ ബ്രിഡ്ജിൻ്റെ സഹായത്തോടു കൂടിയാണ്. എയറോ ബ്രിഡ്ജിനെ ജെറ്റ് ബ്രിഡ്ജ് അല്ലെങ്കിൽ ജെറ്റ് വേ, എയർ ഗേറ്റ് എന്നൊക്കെ പറയാറുണ്ട്. ചില ഷിപ്പിനകത്തും ഇത് ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ പാസഞ്ചർ ബോർഡിംഗ് ബ്രിഡ്ജ് എന്നാണ് ഇതിൻ്റെ ഒഫീഷ്യൽ നെയിം, അങ്ങനെയാണ് ഇത് ഒഫീഷ്യലി അറിയപ്പെടുന്നത്. 1954 ഇത് ആദ്യമായിട്ട് ടെസ്റ്റ് ചെയ്തത്. പിന്നീട് 1958 നിലവിൽ വന്നു. കഥായ് പസഫിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഹോങ്കോങ് ഇൻ്റർനാഷണൽ എയർപോർട്ട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു വിമാന കമ്പനിയാണ് കഥായ് പസഫിക് എന്ന് പറയാം. ലോകത്തിൽ 190ഓളം ഡെസ്റ്റിനേഷനുകളിലേക്ക് ഇവർ സർവീസ് നടത്തുന്നുണ്ട്. എയർബസിൻ്റെ A321 മുതൽ ബോയിങ് 777 വരെയാണ് ഇവരുടെ ഫ്ലീറ്റിലുള്ളത് എന്ന് പറയാം. 1946 ഓസ്ട്രേലിയക്കാരനായിട്ടുള്ള കാൻസോയും അമേരിക്കക്കാരനായിട്ടുള്ള ഫാരലും ചേർന്നിട്ടാണ് കഥായ് പസഫിക് സ്ഥാപിക്കുന്നത്. നമ്മൾ കയറി വരുന്ന സമയത്ത് നമുക്ക് ബിസിനസ് ക്ലാസ്സും കാര്യങ്ങളൊക്കെ കാണാം. ഇതിനേക്കാളും മനോഹരമായിട്ടുള്ള ബിസിനസ് ക്ലാസ്സുകൾ ഉണ്ട് കേട്ടോ. ഇതും ഒരു ബിസിനസ് ക്ലാസ് ആണ്. അവിടെ നമുക്ക് അതിൻ്റെ കൺട്രോൾസ് കാര്യങ്ങൾ, സീറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങൾ, കാല് വെക്കാനുള്ള സ്ഥലം, അതുപോലെ തന്നെ ടേബിൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ തൊട്ട് ബാക്കിലായിട്ടാണ് നമ്മളുടെ പ്രീമിയം എക്കണോമി. അതായത് എക്കണോമിനേക്കാൾ കുറച്ചുകൂടി കംഫർട്ട് കൂടുതലാണ് പ്രീമിയം എക്കണോമി, അതിനേക്കാളും കൂടുതലാണ് നമ്മുടെ ബിസിനസ് ക്ലാസ്സുകൾ എന്നുള്ളതാണ്. അപ്പം പ്രീമിയം എക്കണോമി സീറ്റുകൾ ഇവിടെ കാണാം. അതിൻ്റെ തൊട്ട് ബാക്കിലായിട്ടാണ് നമ്മുടെ എക്കണോമി സീറ്റുകൾ വരുന്നത്. നമ്മൾ സ്വാഭാവികമായിട്ടും ബുക്ക് ചെയ്തിട്ടുള്ളത് എക്കണോമി സീറ്റുകളാണ്. അപ്പം ആ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കബോർഡിൻ്റെ തൊട്ട് ബാക്കിലായിട്ടാണ്, അവിടെ തന്നെയാണ് നമ്മളുടെ സീറ്റും വരുന്നത് എന്നുള്ളതും കൂടി
ഒരു കാര്യം. എല്ലാ സീറ്റിൻ്റെ ബാക്കിലും ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റവും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ സീറ്റ് ശരിക്കും 39E എന്ന് പറയുന്ന സീറ്റാണ്. അത് ക്രമീകരിച്ചിട്ടുള്ളത് ഇവിടെയാണ്, അതായത് ഒരു കബോർഡിൻ്റെ ബാക്കിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തെയൊക്കെ ക്രമീകരിച്ചിട്ടുള്ളത് ആ ഒരു കബോർഡിലാണ്, കുറച്ച് ഡിസ്റ്റൻസോട് കൂടിയിട്ടാണ് എന്നുള്ളതാണ്. സീറ്റിൽ നമുക്ക് ഹെഡ് റെസ്റ്റ് അഡ്ജസ്റ്റബിൾ ആണ്, ഇങ്ങനെ വളച്ച് വെക്കുകയൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ ഹൈറ്റ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാനുള്ള ഫെസിലിറ്റി അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ റിമോട്ട് ഞാൻ അതിനകത്ത് കയറി ഇരുന്നിട്ട് ഹെഡ് റെസ്റ്റൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചു, കാരണം ഈ സമയമായതുകൊണ്ട് പെട്ടെന്ന് ഉറങ്ങേണ്ടി വരും എന്ന് എനിക്കറിയാം. പിന്നെ അതുപോലെ തന്നെ അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് വ്യക്തത കുറച്ച് കൂടുതലാണ് സാധാരണ ഫ്ലൈറ്റിൽ നിന്ന്. നമുക്കൊന്ന് കേട്ട് നോക്കാം. യാത്ര ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കാൻ ബ്ലാങ്കറ്റ്, അതുപോലെ തന്നെ ഹെഡ്സെറ്റ്, അതുപോലെ പില്ലോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ അവർ സജ്ജമാക്കി വെച്ചിട്ടുണ്ട്. കാരണം ഇത് ദീർഘദൂര യാത്രയാണ്, ഏകദേശം 6 മണിക്കൂറോളം നമുക്ക് ഫ്ലൈ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ട സൗകര്യങ്ങളൊക്കെ അവരവിടെ ക്രമീകരിച്ച് വെച്ച് നമുക്ക് കാണാൻ കഴിയും. ടേക്ക് ഓഫ് ചെയ്ത് കുറച്ച് കഴിഞ്ഞ സമയത്ത് ഫുഡ് വന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫുഡ് റിവ്യൂ പറയാൻ ഞാൻ ആളല്ല, പക്ഷേ അതെനിക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ കഴിച്ചിട്ടില്ല, ഫ്രൂട്ട്സ് മാത്രമാണ് കഴിച്ചത്. പിന്നെയുള്ള സമയങ്ങളൊക്കെ ഞാൻ ഉറങ്ങുകയായിരുന്നു. അത് കഴിഞ്ഞ് ഇവർ വന്ന് ഉണർത്തി ലാൻഡിങ് സമയമായി എന്ന സമയത്ത് ഞാൻ നമ്മൾ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിനകത്ത് ക്യാമറ ഓണാക്കി ലാൻഡിങ് കണ്ടു എന്നുള്ളത് മാത്രമാണ് ഹോങ്കോങ് വരെയുള്ള എൻ്റെ യാത്ര. ചൈനയിലെ സ്പെഷ്യൽ അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ ആയിട്ടുള്ള ഹോങ്കോങ്ങിലെ പ്രധാന എയർപോർട്ടാണ് ഹോങ്കോങ് ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്ന് പറയാം. അത് സ്ഥിതി ചെയ്യുന്നത് പൂർണ്ണമായിട്ടും കടൽ നികത്തിയ ഒരു പ്രദേശത്താണ് എന്നുള്ളതാണ്. അതൊരു വലിയ ഹൈലൈറ്റാണ്. ലോകത്ത് പല എയർപോർട്ടുകളും അങ്ങനെയുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ചെക്ലാപ്കോക്ക് എന്ന് പറയുന്ന ദ്വീപിലാണ് ഈ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പേരും ഈ എയർപോർട്ടിനുണ്ട്. ശരിക്കും ഒരു മലയുടെ താഴെയായിട്ട്, എന്നാൽ അതോടൊപ്പം തന്നെ ഒരു കടൽ തീരത്തുമായിട്ടാണ് ഈ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതും ഒരു വലിയ പ്രത്യേകതയാണ്. 1998 ഓപ്പൺ ആവുന്ന സമയത്ത് ലോകത്തിലെ തന്നെ ഏറ്റവും ബിസിയസ്റ്റ് കാർഗോ ഗേറ്റ് വേ ഈ എയർപോർട്ടായിരുന്നു, ബിസിയസ്റ്റ് പാസഞ്ചർ എയർപോർട്ടായിരുന്നു, അതുപോലെ തന്നെ ലാർജസ്റ്റ് പാസഞ്ചർ ടെർമിനലായിരുന്നു, അതുപോലെ തന്നെ ലാർജ് എയർപോർട്ടായിരുന്നു ഹോങ്കോങ് എയർപോർട്ട് എന്ന് പറയാം. മാത്രമല്ല വിശാലമായിട്ടുള്ള ഒരു എയർപോർട്ടാണ്, ധാരാളം ഗേറ്റുകളുണ്ട്. ഓരോ ഗേറ്റുകളിൽ നിന്നും മറ്റ് ഗേറ്റുകളിലേക്ക് യാത്ര ചെയ്യാൻ എസ്കലേറ്റർ, അതുപോലെ തന്നെ മെട്രോ തുടങ്ങിയിട്ടുള്ള ധാരാളം സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങൾ ഉപയോഗിച്ച് എനിക്ക് യാത്ര ചെയ്യേണ്ട ഗേറ്റിലേക്ക് യാത്രയായി. അങ്ങനെ അവിടെ ചെന്നിരുന്ന് S23 അൾട്രയുടെ 10x സൂം ഇട്ട് ആകാശത്തിലൂടെ പറന്നു പോകുന്ന ഒരു കഥായ് പസിഫിക്കിനെ സ്പോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് എയർപോർട്ടിൻ്റെ വിശാലമായിട്ടുള്ള ലോകം. ഒരു കഥായ് പസിഫിക് അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ എയർപോർട്ടിൽ വന്നിറങ്ങിയ സമയം മുതൽ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് എയർപോർട്ടിനകത്തുള്ള വ്യത്യസ്തമായിട്ടുള്ള ചെയറുകൾ എന്ന് പറയാം. അതായത് ഓരോ ചെയറും വ്യത്യസ്തമായിട്ടാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. ഇതിനകത്തെല്ലാം ഒരു പ്രത്യേകത, ചാർജിങ് ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ തന്നെയും എല്ലാ ചെയറിനകത്തും ക്രമീകരിച്ചിട്ടുണ്ട്. ഇവിടെ വേറൊരു ടൈപ്പ് ഓഫ് കാണാം, കുറച്ചും കൂടി ഒരു സ്റ്റാൻഡേർഡ് ടൈപ്പായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. തൊട്ടുപുറത്ത് നമുക്ക് കിടന്നുറങ്ങാനൊക്കെ പറ്റുന്ന തരത്തിൽ ആ ഒരു പൊസിഷനിലുള്ള സീറ്റുകളെ കാണാം. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഇവിടെ കാണാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടുത്തേക്ക് പോയില്ല, കാരണം നമ്മുടെ കയ്യിൽ S23 അൾട്രയാണ്. ഇവിടെ നിന്നിട്ട് സൂം ചെയ്ത് കാണാൻ പറ്റുമെന്നുള്ള. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഒരു സീറ്റിനകത്ത് ഇരിക്കുകയാണ്, കാലൊക്കെ നീട്ടി വെച്ചിരിക്കുന്നുണ്ട്, എയർപോർട്ടിൻ്റെ വ്യൂ ഒക്കെ ആസ്വദിച്ചിരിക്കുകയാണ്. ഒരു ഫ്ലൈറ്റ് അത് അങ്ങനെ പൊങ്ങി പോകുന്നു. ആ സമയത്ത് ഒരു കാര്യം പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാംസങ് S23 അൾട്രയുടെ ബാറ്ററി കപ്പാസിറ്റി സൂപ്പറാണ്. ഇപ്പോൾ നമുക്ക് 54% ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്നലെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഫുൾ ചാർജ് ചെയ്തിട്ട് ഇറങ്ങിയതാണ്. അതായത് രാവിലെ ഒരു 8:30 മണിയാകുമ്പോൾ. ഇപ്പം സമയം നാട്ടിലെ 8:45, ഏകദേശം ഈ ഒരു സമയത്ത് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഒരു ദിവസം ഫുൾ നമ്മൾ ഷൂട്ട് ചെയ്യുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാം ചെയ്തതിന് ശേഷം ഇപ്പോഴും ഇതിൻ്റെ ബാറ്ററി പെർസെൻറ്റേജ് 54 ആണ്. ഇതിനിടയിൽ ചാർജ് ചെയ്തിട്ടില്ല. അപ്പോൾ ബാറ്ററി കപ്പാസിറ്റി സൂപ്പർ. അതുപോലെ തന്നെ ടോയ്ലറ്റിലേക്ക് പോയ സമയത്ത് എന്നെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാര്യം, വാഷ് ചെയ്യാനും അതുപോലെ തന്നെ ലിക്വിഡ് എടുക്കാനും കൈ ഡ്രൈ ചെയ്യാനും പറ്റുന്ന തരത്തിലുള്ള വാഷ് ബേസിനുകളാണ് ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത് എന്നതാണ്. ഒരു വെറൈറ്റി നിങ്ങളെ കൂടി കാണിക്കാമെന്ന് തോന്നി. ആ ഒരു വൈവിധ്യം ഇവിടുത്തെ ബോർഡിംഗ് ഗേറ്റുകളിലും നമുക്ക് കാണാം. സാധാരണഗതിയിൽ ബോർഡിംഗ് ഗേറ്റുകൾ പോലെയല്ല, ഇവിടുത്തെ ബോർഡിംഗ് ഗേറ്റുകൾ ഭയങ്കര സ്റ്റാൻഡേർഡാണ്. മാത്രമല്ല ഇൻഫോ കാര്യങ്ങളും ഒക്കെ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് തരുന്നത് അവിടെ ക്രമീകരിച്ചിട്ടുള്ള വലിയ LED ഡിസ്പ്ലേകളാണ് എന്ന് പറയാം. അപ്പോൾ നമ്മളൊരു ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്ത് ഏത് ഫ്ലൈറ്റാണ് ഇപ്പം ചെക്ക് ഇൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ അവിടെ ഇങ്ങനെ തെളിഞ്ഞു വരും എന്നുള്ളതാണ് ഒരു വെറൈറ്റി നമ്മൾ എയർപോർട്ടിനകത്ത് കണ്ടതാണ്.
ബോർഡിങ്ങിന് സമയമായി. നമ്മൾ ഹോങ്കോങ് എയർപോർട്ടിൽ നിന്ന് അടുത്ത എയർപോർട്ടായിട്ടുള്ള PVG ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് യാത്ര ചെയ്യുകയാണ്. സാധാരണഗതിയിലല്ല, ഇവിടെ നമ്മുടെ ഐ റെറ്റിനെയൊക്കെ പരിശോധിച്ചിട്ടാണ് നമ്മൾ ചെക്ക് ഇൻ ചെയ്യുന്നത്. അപ്പം ആ ഒരു പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാനും പതുക്കെ വിമാനത്തിനകത്തേക്ക് നടന്നു തുടങ്ങി എന്നുള്ളതാണ്. ഇങ്ങനെ നടക്കുന്ന സമയത്ത് നിങ്ങളോട് ഞാൻ പറയാനുള്ളത്, എന്തുകൊണ്ടാണ് ഞാൻ മുംബൈയിൽ നിന്ന് ഫ്ലൈറ്റ് എടുത്തത് എന്നുള്ളൊരു കാര്യമാണ്. ശരിക്കും കൊച്ചിയിൽ നിന്നാണ് ഞാൻ ഫ്ലൈറ്റ് എടുക്കേണ്ടിയിരുന്നത്. കൊച്ചിയിലെ ഫ്ലൈറ്റ് എടുക്കാൻ വേണ്ടി നോക്കിയ സമയത്ത് നമുക്ക് വിസ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അത് ബുക്ക് ചെയ്യാം എന്നുള്ളൊരു കാര്യം സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത് അതിന് റീഫണ്ട് ഓപ്ഷൻ ഇല്ല എന്നുള്ളതാണ്. എന്തെങ്കിലും കാരണവശാൽ നമുക്ക് വിസ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവരുടെ ഫെസിലിറ്റി ഉപയോഗിച്ച് നമുക്ക് റീഫണ്ട് ചെയ്യാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി ആണ് ഞാൻ മുംബൈയിൽ നിന്ന് കത്തായ് പസഫിക് ബുക്ക് ചെയ്യുന്നത്. അപ്പം കത്തായ് പസഫിക്കിനകത്ത് ശരിക്കും റീഫണ്ട് ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മുംബൈയിൽ നിന്ന് യാത്ര ചെയ്യേണ്ടി വന്നത് എന്നുള്ളൊരു കാര്യം കൂടി പറയാം. 44ാമത് സീറ്റിലേക്ക് നമ്മളെത്തി. അതാണ് നമ്മളുടെ സീറ്റ്. ഇത് കുറച്ചും കൂടി നേരത്തെ നമ്മൾ വന്ന ഫ്ലൈറ്റിനേക്കാൾ കുറച്ചും കൂടി പ്രീമിയം ഒരു സീറ്റായിട്ട് എനിക്ക് തോന്നി. വിൻഡോ സൈഡാണ് നമ്മുടെ സീറ്റ്. അതുകൊണ്ട് തന്നെ പുറത്തേക്കുള്ള കാഴ്ചകളൊക്കെ ധാരാളം നമുക്ക് കാണാൻ കഴിയും. ഫ്ലൈറ്റിലിരുന്ന് ഞാൻ പതുക്കെ ഹോങ്കോങ് എയർപോർട്ടിൻ്റെ കാഴ്ചകൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മുടെ കത്തായ് പസഫിക് വിമാനത്തിൻ്റെ എഞ്ചിൻ ഇവിടെ കാണാം. ഒരു റോൾസ് റോയ്സിൻ്റെ എഞ്ചിനാണ് ഇതിന് കരുത്ത് പകരുന്നത് എന്നതും കൂടി ഇതിൻ്റെ കൂടെ പറയാം. അധികം വിമാനങ്ങളുടെയും എഞ്ചിൻ റോൾസ് റോയ്സ് തന്നെയാണ് ഉണ്ടാവാറുള്ളത്. പിന്നെ ഞാൻ പതുക്കെ വിമാനത്തിൻ്റെ ഓരോ ഫെസിലിറ്റികൾ നോക്കി. ഇവിടെ നമുക്ക് ടേബിൾ കാണാം. കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ, ഭയങ്കര ടൈറ്റ്. യെസ്, അതിൻ്റെ താഴ്ഭാഗത്ത് നമുക്കൊരു വാട്ടർ ബോട്ടിൽ ഹോൾഡർ പോലത്തെ ഒരു ഫെസിലിറ്റി കാണാം. അതുപോലെ ഇവിടെ ചെറിയ സ്റ്റോറേജ് ഏരിയ പോലെ കാണാം. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു USB കേബിൾ, ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും നമുക്കിവിടെ കാണാൻ കഴിയും. ഈ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിനകത്ത് ക്യാമറ ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ശരിക്കും ഞാനിപ്പോൾ ഇത് ചെക്ക് ചെയ്യുന്നത്. പക്ഷേ ക്യാമറ ഇല്ല, ക്യാമറ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പുറത്തെ കാഴ്ചകൾ, അതായത് ലാൻഡിങ് സമയത്തുള്ള കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല എന്നുള്ളൊരു വിഷമമുണ്ട്. പക്ഷേ എന്നിരുന്നു കഴിഞ്ഞാലും സൈഡ് വിൻഡോ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തെ കാഴ്ചകളൊക്കെ അങ്ങനെ കാണാൻ പറ്റും എന്നുള്ളതാണ്. ആ തലയ്ക്കൽ 2, പിന്നെ നടുവിൽ 4, ഇപ്പം നമ്മളിരിക്കുന്ന ഭാഗത്ത് 2, അങ്ങനെ അത്രയും സീറ്റുകളാണ് ഈ വിമാനത്തിനുള്ളത്. പതുക്കെ വിമാനം മൂവ് ചെയ്ത് തുടങ്ങി. അതായത് നമ്മൾ ഹോങ്കോങ് എയർപോർട്ടിനോട് യാത്ര പറഞ്ഞ് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് യാത്ര ചെയ്യണം. ഹോങ്കോങ് എയർപോർട്ടിൽ നിന്ന് നമ്മൾ റൺവേയിലേക്ക് നീങ്ങുന്ന സമയത്ത് നമുക്ക് ധാരാളം വിമാനങ്ങൾ കാണാം. ഇവിടെ നമുക്ക് കത്തായ് പസഫിക്കിൻ്റെ ഒരു യാർഡ് കാണാം. അതുപോലെ UPS തുടങ്ങിയിട്ടുള്ള ലോകത്തിലെ വൻകിട കാർഗോ കമ്പനികളുടെ ഫ്ലൈറ്റുകളുണ്ട്. അതുപോലെ തന്നെ ഫ്ലൈറ്റിൻ്റെ ഒരു മെയിൻ്റനൻസ് ഏരിയ കാണാൻ കഴിഞ്ഞു. അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു കടലിനോട് സമാനമായ ഒരു പ്രതലത്തിലേക്ക് വന്ന് അവിടെ നിന്ന് പതുക്കെ നമ്മളുടെ കത്തായ് പസഫിക് വിമാനം ആകാശത്തിലേക്ക് ഉയർന്ന് പൊങ്ങിത്തുടങ്ങി എന്നുള്ളതാണ്. പൊങ്ങി താഴെ നമുക്ക് ഹോങ്കോങ് ഇൻ്റർനാഷണൽ എയർപോർട്ടിനകത്ത് ധാരാളം വിമാനങ്ങൾ പാർക്ക് ചെയ്ത കാഴ്ചകൾ കാണാം. അതുപോലെ തന്നെ ഹോങ്കോങ് എയർപോർട്ടിൻ്റെ പുറത്ത് ഹോങ്കോങ് നഗരത്തിൻ്റെ കാഴ്ചകൾ കാണാം. അവിടെ ക്രമീകരിച്ചിട്ടുള്ള മനോഹരമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറുകൾ കാണാം. റോഡുകളൊക്കെ ഇങ്ങനെ ധാരാളമായി വെള്ളത്തിൻ്റെ മുകളിലൂടെയും കാടിന് സൈഡിലൂടെയും ഒക്കെ പോകുന്നതിൻ്റെ ഭംഗി നമുക്ക് ആസ്വദിച്ചിരിക്കാം. അങ്ങനെ വിമാനം പറന്ന് 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 ഹോങ്കോങ്ങിന് മുകളിലൂടെ ഷാങ്ഹായ് ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. ഇനി മേഘത്തിന് മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അധികം കാഴ്ചകളൊന്നും കാണാനില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് സമയം ഉറങ്ങാം എന്ന് വിചാരിച്ചു. 2 മണിക്കൂറാണ് യാത്രയുള്ളത്. അതിനിടയിൽ ഫുഡ് വന്നു. അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫുഡായിട്ട് എനിക്ക് തോന്നി കേട്ടോ. അതുകൊണ്ട് തന്നെ പിന്നെ മാത്രമല്ല നല്ല വിശപ്പും ഉണ്ടായിരുന്നു. നമ്മൾ ദീർഘദൂര യാത്രയാണ്. മുംബൈയിലേക്ക് വന്നു, മുംബൈയിൽ നിന്ന് ഹോങ്കോങ് വന്നു, ഹോങ്കോങ്ങിൽ നിന്ന് PVGയിലേക്ക് പോകുന്നു, അതായത് ഷാങ്ഹായിലേക്ക് പോകുന്നു. ആ സമയത്തിനിടയിൽ എനിക്ക് നല്ല വിശപ്പുണ്ട്. ഞാൻ വേറെ ഭക്ഷണങ്ങളൊന്നും കഴിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ കാണുന്ന ഭക്ഷണങ്ങൾ മുഴുവനും ഞാൻ വെട്ടി വിഴുങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് എൻ്റെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസർച്ചിങ് ആണ്. നമ്മൾ എവിടെ നിന്ന് ഫ്ലൈ ചെയ്തു, എങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്ന് എത്ര ദൂരം നമ്മൾ സഞ്ചരിച്ചു, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ മാപ്പ് നോക്കി പഠിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഹോബി. അതിനിടയിൽ നമ്മൾ കുറച്ച് പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ അതിൽ സെൻ എന്ന് പറയുന്നൊരു പുസ്തകം, അത് നമ്മൾ വായിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അത് വായിക്കലും കൂടി നമ്മളുടെ ഒരു ഹോബിയാണ്. സാധാരണഗതിയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മളങ്ങനെ പുസ്തകം വായിക്കാറുണ്ട്. പുസ്തകം വായിക്കുന്നത് നല്ലതാണ് എന്ന് പഴമക്കാരൊക്കെ പറയാറുണ്ടല്ലോ. അപ്പോൾ അറിവ് വർദ്ധിക്കാനും അത് നല്ലതാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. വിമാനം നമ്മൾ ലാൻഡ് ചെയ്യാൻ പോവുകയാണ്, ആ ഒരു പൊസിഷൻ ടേക്ക് ചെയ്യണം എന്നൊക്കെ ക്യാപ്റ്റൻ അനൗൺസ് ചെയ്യുമ്പോഴും പുറത്തുള്ള കാഴ്ച ഇങ്ങനെയായിരുന്നു. അത് കുറേ സമയവും ഇങ്ങനെ തന്നെയായിരുന്നു. പെട്ടെന്ന് ഈ ഒരു കാഴ്ച മാറിയപ്പോൾ നമ്മൾ ഏറെക്കുറെ ഷാങ്ഹായ് എയർപോർട്ടിൻ്റെ മുകളിലെത്തിയിരുന്നു എന്നുള്ളതാണ്. അപ്പം അന്തരീക്ഷം ഒരു മൂടിക്കെട്ടിയ അവസ്ഥയിലാണ് നമ്മൾ ഷാങ്ഹായ് എയർപോർട്ടിൽ ഇറങ്ങുന്നത്. കുറച്ച് കഴിഞ്ഞ സമയത്ത് ഷാങ്ഹായ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് നമ്മുടെ വിമാനം ലാൻഡ് ചെയ്യാൻ തുടങ്ങി, റൺവേയിലേക്ക് അപ്രോച്ച് ചെയ്യാൻ തുടങ്ങി. ക്യാമറ ഇല്ലാത്തതുകൊണ്ട് ആ ഒരു കാഴ്ച
നമുക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ട് സൈഡിലത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ആസ്വദിച്ചിരുന്നു. ശരിക്കും വലിയ ഒരു എയർപോർട്ടാണ് ഷാങ്ഹായ് എയർപോർട്ട് എന്ന് പറയാം. PBG എന്നാണ് ഇതിൻ്റെ ഷോർട്ട് ഫോം. അതിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുഡോങ് ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്നാണ്. അപ്പോൾ ലാൻഡ് ചെയ്യുന്ന സമയത്ത് വിമാനത്തിൻ്റെ എഞ്ചിൻ്റെ ആ ഒരു ത്രസ്റ്റിൻ്റെ രീതിയും കാര്യങ്ങളൊക്കെ സൈഡിലൂടെ കാണാൻ കഴിഞ്ഞു. അത് ഞാൻ ആദ്യമായിട്ടാട്ടോ അങ്ങനെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു രസകരമായിട്ടുള്ള കാഴ്ചയായിട്ട് എനിക്ക് തോന്നി. അതും കൂടി ഞാൻ ക്യാമറയിൽ പകർത്തി. അത് ക്ലോസ് ചെയ്യുന്നതും ഒക്കെ നമുക്കവിടെ കാണാൻ കഴിയും. ഇതാണ് ഷാങ്ഹായ് ഇൻ്റർനാഷണൽ എയർപോർട്ട്. വലിയ എയർപോർട്ടാണ്. എയർ ചൈന പോലുള്ള ധാരാളം ചൈനീസ് വിമാന കമ്പനികളുടെ ആസ്ഥാനമാണ്. ദൂരെ ഒരു ഖത്തർ എയർവേസ് കാണാം. അപ്പോൾ ഞാൻ പണ്ട് ഖത്തറിൽ വർക്ക് ചെയ്തൊക്കെ പെട്ടെന്ന് ഓർമ്മ വന്നിട്ട് അത് കണ്ടപ്പോൾ. ഏതായാലും ഫെഡെക്സ്, UPS പോലെയുള്ള വൻകിട കാർഗോ കമ്പനികളുടെ ഏഷ്യ പസഫിക് ഹബ്ബ് കൂടിയാണ് ഷാങ്ഹായ് എയർപോർട്ട്. അതുമാത്രമല്ല ഏഷ്യയിലെ പ്രധാന ഏവിയേഷൻ ഹബ്ബും ഷാങ്ഹായ് എയർപോർട്ടാണ്. ചെക്കിംഗ് പ്രൊസീജിയേഴ്സും കാര്യങ്ങളും ഒക്കെ ഇനി തീർക്കണം. അവിടേക്ക് വരുന്ന സമയത്ത് നമുക്ക് സെൽഫായിട്ട് ഫിംഗറൊക്കെ കൊടുത്തിട്ട് ചെക്കൗട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഫെസിലിറ്റി ഇവിടെ ഉണ്ട്. ഞാനത് കൊടുത്തു, പക്ഷേ യൂസ്ഫുൾ ആയില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അങ്ങനെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് നമ്മൾ ചൈനയിൽ പുറത്തെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊരു സുഹൃത്തുണ്ട് എന്നുള്ളത്. എത്തിയിട്ടുണ്ട്. നജീബക്ക ശരിക്കും തിരൂരുകാരനാണ് അല്ലേ? ദുബായിൽ ബിസിനസ് ചെയ്യുന്ന ഒമാനിലും. ശരിക്കും എന്താണ് ബിസിനസ്? വാട്ടർ പമ്പിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഏജന്റാണ്. അടിപൊളി. അപ്പോൾ ശരിക്കും നജീബക്ക നമ്മുടെ കൂടെ ഈ യാത്രയിൽ ഫുള്ളുണ്ട്. ഞങ്ങൾ കാട്ടിക്കൂട്ടുന്ന ആക്ടിവിറ്റികളൊക്കെ നമ്മുടെ രണ്ടാമത്തെ ചാനലിലുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഓട്ടോമോട്ടീവ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മെയിൻ ചാനലിലും വരും. അപ്പോൾ വീഡിയോക്ക് വേണ്ടിയിട്ട് സ്റ്റേ ട്യൂൺഡ് നിൽക്കുക. അവിടെ വന്നിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം രണ്ടെണ്ണമാണ്. ഒന്ന്, വെള്ളം കുടിക്കുന്ന കപ്പ്, ഒരു കോണ് പോലെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അവിടെ ഒരു പോലീസുകാരുണ്ടായതുകൊണ്ട് ഞാൻ വെറുതെ ഡിലീറ്റ് ചെയ്യേണ്ട വിചാരിച്ചിട്ട് ചെയ്തില്ല. രണ്ടാമതൊരു കാര്യം, ഇവിടെ പാസ്പോർട്ട് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ലാംഗ്വേജ് ഓട്ടോമാറ്റിക് ഡിറ്റക്റ്റ് ആവുന്നുണ്ട്. എനിക്ക് ഹിന്ദിയാണ് വന്നത്. എനിക്കാണെങ്കിൽ ഹിന്ദി അറിയില്ല. സൂപ്പറായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അജിബുക്കാൻ്റെ വൈഫുണ്ട്. വൈഫിൻ്റെ പേര് ഷബന. അപ്പോൾ ഷബനത്തെ നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ 1 by 1 ആയിട്ട് നമുക്ക് സംസാരിക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. ഇപ്പോൾ നമ്മളെ ഒരു ദിവസത്തെ കൂടുതലായിട്ട് S23 അൾട്ര ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഒരു അൾട്ര ഫീഡ്ബാക്ക് പറയാമെന്ന് വിചാരിച്ചു. അതായത് നല്ല ക്വാളിറ്റി ഉള്ള വീഡിയോ കേട്ടോ. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് വീഡിയോ എടുത്ത് നമ്മളെ നോക്കി കാണുന്ന സമയത്ത് അടിപൊളി വീഡിയോ കപ്പാസിറ്റി, അതുപോലെ തന്നെ സ്റ്റെബിലൈസേഷനും സൂപ്പറാണ്. അതായത് നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് സൂം ചെയ്ത് 10x സൂം ചെയ്ത് എടുക്കുന്ന സമയത്താണെങ്കിൽ പോലും വലിയ ഷെയ്ക്കുകളൊന്നുമില്ല. അപ്പോൾ നമ്മൾ നടന്നിട്ടൊക്കെയാണ് എടുക്കുന്നത്. ആ സമയത്തൊക്കെ ഭയങ്കര ക്വാളിറ്റി വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. പിന്നെ നല്ല ഈസി ടു യൂസുമാണ്. അതും എടുത്ത് പറയേണ്ട ഒരു കാര്യം ചെയ്യാൻ നല്ല രസമുള്ള ബോഡി കാര്യങ്ങൾ. ക്വാളിറ്റി വൈസ് ഒന്നും പറയാനില്ല. സൂപ്പർ, നല്ല ക്വാളിറ്റിയാണ്. ഈസി ടു യൂസാണ്. സൂം ചെയ്തെടുക്കുമ്പോൾ പോലും എവിടെയും നമുക്ക് അങ്ങനത്തെ ക്വാളിറ്റി ലോസ് വരുന്നില്ല എന്നുള്ളതും വലിയൊരു അഡ്വാൻറ്റേജാണ്.